ഇന്ന് എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ 2024 മാരുതി സ്വിഫ്റ്റ് ആണ്. അപ്പോൾ വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും. അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിൽ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലെ ലുക്കിൽ തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പല വണ്ടികളിലുമായിട്ട് ഒരു സിമിലർ ലുക്കാണ് വരുന്നത്. എന്നാലും പഴയ സ്വിഫ്റ്റിൻ്റെ ആ ഒരു DNA പോലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമുക്ക് ആ മാരുതി സുസുക്കിയുടെ ആ ഒരു ലോഗോ വരുന്നുണ്ട്. ആ ലോഗോ വളരെ ഹൈലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. താഴെയായിട്ട് മുതൽ ഗ്രിൽ പോർഷൻ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു LED ലൈറ്റ്സ്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വിത്ത് DRL ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് അപ്പോഴും നോർമൽ ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതും വളരെ സ്പോട്ടി ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്രിൽ പോർഷൻ ആണെങ്കിലും വലിയൊരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം റെഡ് കളർ ആയതുകൊണ്ട് ബ്ലാക്ക് പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡുവൽ ടോൺ ആണ് വരുന്നത്. സൈഡ് പോർഷൻ ആണെങ്കിലും നമുക്ക് ആ ഒരു സ്വിഫ്റ്റിൻ്റെ പഴയ ഒരു ഡിസൈനാണ്. കുറച്ചുകൂടെ നമുക്ക് ഒരു എലഗൻറ്റ് സ്പോട്ടി ഫീലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ലുക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സ് ആണെങ്കിലും ഫുള്ളി ഒരു LED യൂണിറ്റിലോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടാണ് എനിക്ക് പഴയ സ്വിഫ്റ്റ് ഉള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഇൻബിൽറ്റായിട്ട് കമ്പനി തന്നെ ഒരു സ്പോട്ടി LED ടെയിൽ ലാമ്പ് യൂണിറ്റ് വന്നെന്നുള്ള ഒരു ചേഞ്ചാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നത് വെച്ചാൽ ഇതിനകത്തായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. താഴെ നമ്പർ പ്ലേറ്റ്സ് വരുന്നുണ്ട്. താഴെ സെൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിൽ വലിയൊരു ബൂട്ട് ഏരിയ ആണ് വരുന്നത്. നമുക്ക് 265 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഏരിയ ആണ് വരുന്നത്. പിന്നെ ബാക്കിൽ ലൈറ്റ് ഉണ്ട്, നമുക്കത് ഓണാക്കി വെക്കാവുന്നതാണ്. അപ്പം ബാക്കിലും പഴയ സ്വിഫ്റ്റിന് ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലായിട്ടാണ് സ്പെയർ ടയർ വരുന്നത്. നമുക്ക് സീറ്റൊക്കെ നമുക്ക് 60/40 ഫോൾഡിംഗ് ആണ് വരുന്നത്. അപ്പം കുറച്ചുകൂടെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാൻ പറ്റുന്നതാണ്. ഇതാണ് ബാക്കിലെ കാര്യം മെയിനായിട്ട് പറയുന്നത്. ഫ്രണ്ട് സൈഡ് ലുക്ക് എന്ന് വെച്ചാൽ ഒരു നെക്സ്റ്റ് ലെവൽ വേരിയൻറ്റിലോട്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു കളർ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു ഡുവൽ ടോൺ കോമ്പിനേഷനാണ്. പിന്നെ അലോയ്സ് വരുമ്പോഴാണ് കുറച്ചുകൂടി ഒരു സ്പോട്ടി അലോയ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വണ്ടിയുടെ നമുക്ക് അകത്ത് കയറി അകത്തെ ചേഞ്ചസ് ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴാണെങ്കിലും ഫുള്ളി ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. പഴയ സ്വിഫ്റ്റിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു മാരുതി ബലീനോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രോങ്സിൻ്റെ ആ ഒരു ലുക്ക് ആ ഒരു ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലസ്റ്ററിലാണെങ്കിലും ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയിലാണ് ഫുള്ളി ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലസ്റ്ററൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. നമുക്ക് RPM മീറ്ററും അതുപോലെ തന്നെ മീറ്റർ കൺട്രോളും വരുന്നുണ്ട്. മിഡിലായിട്ട് നമുക്കൊരു ഡിജിറ്റൽ ഏരിയ യൂണിറ്റ് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് ടു എംറ്റി, അതുപോലെ നാവിഗേഷൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് സ്ക്രീനിലും കിട്ടുന്നതാണ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ക്രീനാണ് ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് ബലീനോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു തീമാണെന്ന് പറഞ്ഞാലും കുറച്ചുകൂടി ഒരു ഷേപ്പിലൊക്കെ അതിന് ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല റെസ്പോൺസീവാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ബലീനോയിൽ കണ്ട അതേ ഒരു ഡിസൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു യൂണിറ്റൊക്കെ തന്നെയാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് USB ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ വയർലെസ് എനേബിൾഡ് ആയിട്ടുള്ള ഫോണിൽ അത് യൂസ്ഫുൾ ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കപ്പ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് വരുമ്പോഴും നമുക്ക് 2 ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. അവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഏരിയയും ഉണ്ട്. പിന്നെ ബാക്കിൽ AC വെൻ്റ് വന്നിട്ടുണ്ട്. പഴയ സ്വിഫ്റ്റിന് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. പിന്നെ ഇവിടെ വരുമ്പോഴാണെങ്കിലും ഒരു ഡുവൽ ടോൺ ഫീലൊക്കെയാണ് വരുന്നത്. കുറച്ചുകൂടി ഒരു എലഗൻറ്റ് ഇൻറ്റീരിയറൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വണ്ടിയുടെ ഫ്രണ്ടിലെ ലുക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവൽ ആക്കിയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു 7,82,000 LXI വേരിയൻ്റെ മാനുവൽ ഓൺ റോഡ് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് വരുമ്പോൾ അതായത് ZXI പ്ലസ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10,75,000 വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുമ്പോൾ കുറച്ചുകൂടി 1 lakh കൂടെ കൂടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും ഫീച്ചേഴ്സും ഒക്കെ വരുന്നത്. അപ്പം പുതിയ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാരുതിയുടെ ഒരു എപ്പോഴും ഒരു ഹൈലൈറ്റ് വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലോട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ സ്വിഫ്റ്റിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു വണ്ടിയുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നും. അത് ഏതാണെന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.